ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. കഴിഞ്ഞ ചില ദിവസങ്ങളിൽ വേദനാജനകമായ ഒരു വാർത്ത നമ്മൾ വീഡിയോ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയ വഴിയെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പിതാവിനെ സ്വന്തം മകള് വ്യാജ കുറ്റം ചുമത്തി, പീഡനക്കുറ്റം ചുമത്തി, പോക്സോ വകുപ്പ് ചുമത്തി ജയിലിൽ അകപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് നമ്മളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുകയുണ്ടായി. സ്വന്തം പിതാവ് മകളുടെ തെറ്റായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ കാമുകൻ പറഞ്ഞു കൊടുത്തത് പ്രകാരമാണ് ഇങ്ങനെയുള്ള ഒരു നടപടിക്ക് ആ മകൾ മുതിർന്നത്. വിശുദ്ധ തിരുവെഴുത്ത് ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. സദൃശവാക്യങ്ങൾ 19-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: കള്ളസാക്ഷി ശിക്ഷ അനുഭവിക്കാതെ വരികയില്ല, ഭോഷ്ക് പറയുന്നവൻ തപ്പി ഒഴിയുകയില്ല. സ്വന്തം പിതാവിനെ തെറ്റായ പരാതി കൊടുത്ത് ജയിലിൽ 1.5 വർഷത്തോളം ആ പിതാവ് തടവ് ശിക്ഷ അനുഭവിക്കുന്നത് പോലെ കിടക്കേണ്ടതായിട്ട് വന്നു. ആ പിതാവ് ആ തടവിൽ അനുഭവിച്ച വേദനയും ഓരോ ദിവസങ്ങൾ കടന്നു പോയതും ആർക്കും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അദ്ദേഹം ആ തടവിൽ വെച്ച് തൻ്റെ സ്വന്തം മകൾ മുഖാന്തരം താൻ നിരപരാധിയായി ജയിലിൽ കിടക്കേണ്ട കാര്യം ഓർത്ത്, സമൂഹത്തിൻ്റെ മുമ്പിൽ തനിക്ക് നേരിടേണ്ടി വരുന്ന അപമാനത്തെ ഓർത്ത് അദ്ദേഹം കരഞ്ഞ ദിനരാത്രങ്ങളെല്ലാം ആ കുഞ്ഞിൻ്റെ മേൽ ഒരു ശാപമായിട്ട് വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കോടതി ഇദ്ദേഹത്തെ നിരപരാധിയായിട്ട് വിട്ടുവെങ്കിലും കള്ളപ്പരാതി കൊടുത്ത ആ മകൾക്കെതിരെ യാതൊരു നടപടിയും എടുത്തതായിട്ട് നമ്മൾ കാണുന്നില്ല. ഏതെല്ലാം കോടതികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിയമത്തിൻ്റെ സാധ്യതകൾ വെച്ചുകൊണ്ട് വെറുതെ വിട്ടാലും ദൈവത്തിൻ്റെ കോടതിയിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെയുള്ള ആളുകൾക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയുകയില്ല. വിശുദ്ധ തിരുവെഴുത്തിലെ ഒരു സംഭവം ഓർമ്മപ്പെടുത്തുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ആഹാബ് എന്ന് പറയുന്ന ഇസ്രായേൽ രാജാവിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന നാബോത്ത് എന്ന് പറയുന്ന മനുഷ്യനൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. തൻ്റെ രാജകൊട്ടാരത്തിൻ്റെ അടുത്ത് ഉള്ള മുന്തിരിത്തോട്ടം ആയതുകൊണ്ട് അത് കൈവശമാക്കുവാൻ ആഹാബ് വളരെ ആഗ്രഹിക്കുകയും അത് ഈ നാബോത്ത് എന്ന് പറയുന്ന മനുഷ്യനോട് ചോദിക്കുകയും ചെയ്തു. എന്നാൽ നാബോത്ത് പറഞ്ഞു, അത് എൻ്റെ പിതാക്കന്മാരുടെ അവകാശമാണ്, പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്, അയ്യോ അതെന്നോട് ചോദിക്കല്ലേ എന്ന് പറഞ്ഞു. രാജാവ് ചോദിച്ചിട്ടത് കൊടുക്കാതിരുന്നുകൊണ്ട് രാജാവിന് കലിമൂക്കുകയും അയാൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ കാര്യമന്വേഷിച്ച ഭാര്യ ഇസബൽ രാജ്ഞി കാര്യം മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞു, ആ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാം, നീ ഇന്ന് ഇസ്രായേലിൽ രാജഭാരം വഹിക്കുന്നുവെങ്കിൽ ഞാനത് നിനക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇസബേല് നാബോത്ത് എന്ന് പറയുന്ന മനുഷ്യന് വിരോധമായി പട്ടണത്തിൽ 2 കള്ളസാക്ഷികൾ നിർത്തുകയും ഉണ്ടാക്കുകയും ആ കള്ളസാക്ഷികൾ നാബോത്തിനെതിരെ കള്ളസാക്ഷി പറയുകയും ഇവൻ രാജാവിനും രാജ്യത്തിനുമെതിരെ മോശമായ കാര്യങ്ങൾ സംസാരിച്ചു എന്ന് പറഞ്ഞ് അവനെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലുകയും ചെയ്തു. അതിനുശേഷം രാജ്ഞി പറഞ്ഞു, നിനക്ക് മുന്തിരിത്തോട്ടം തരായിരുന്ന നാബോത്ത് ഇപ്പോൾ ഇല്ല, നീ അത് കൈവശമാക്കിക്കൊള്ളുവാനായിട്ട് പറഞ്ഞു. ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇതെല്ലാം നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ദൈവം ഏലിയാവിനെ അങ്ങോട്ട് അയച്ചു. ഏലിയാവ് മുന്തിരിത്തോട്ടം കൈവശം ആക്കുവാൻ പോകുന്ന ആഹാബിനോട് പറഞ്ഞു. 1 രാജാക്കന്മാരെ 22-ാം അധ്യായത്തിൻ്റെ 34 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏലിയാവ് പറഞ്ഞു, നാബോത്തിൻ്റെ രക്തം നായകൾ നക്കിയ സ്ഥലത്ത് നിന്റെ രക്തവും നക്കും എന്ന് പറഞ്ഞു. അതുപോലെ അവൻ്റെ ഭാര്യയായ ഇസബലിനെ കുറിച്ച് പറഞ്ഞു, അവളുടെ മാംസം പട്ടി തിന്നും എന്ന് പറയുകയുണ്ടായി. ആളുകൾ വിചാരിക്കുന്നത് ഈ കള്ളത്തരവും കള്ളസാക്ഷിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ആളുകൾ വിചാരിക്കുന്നത്. 2 രാജാക്കന്മാർ 9-ാം അധ്യായത്തിന് 30 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇസബേലിനെ അവളുടെ ശരീരം അവളെ താഴേക്ക് തള്ളിയിട്ട് കൊല്ലുകയും കുതിരകൾ അവളെ ചവിട്ടിക്കളയുകയും അങ്ങനെ കുറെ കഴിഞ്ഞ് അവളെ അടക്കം ചെയ്യാൻ, രാജകുമാരിയാണല്ലോ, അവളെ അടക്കം ചെയ്യാനായിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവളുടെ ശരീരം എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ തലയൂട്ടിയും കൈപ്പത്തിയും കാൽപ്പത്തിയും അല്ലാതെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നായ്ക്കൾ കടിച്ചു തിന്നുന്ന ഒരനുഭവം ഉണ്ടായി. സമയത്തിന് മുമ്പേ മരിക്കുക, അപമാനപ്പെടുന്ന രീതിയിൽ മരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ശാപങ്ങൾ വിളിച്ചു വരുത്തുന്ന കാര്യങ്ങളാണ്
ഇങ്ങനെയുള്ള ആളുകൾ ചെയ്തു കൂട്ടുന്നത്? സ്വന്തം പിതാവിനെതിരെ കള്ളസാക്ഷി പറഞ്ഞ് കള്ളപ്പരാതി കൊടുത്ത് ജയിലിലകപ്പെട്ട് ആ മനുഷ്യൻ ജയിലിൽ കിടന്ന് കരഞ്ഞ ഓരോ ദിവസവും ആ കുഞ്ഞിൻ്റെയും ആ കാമുകൻ്റെയും നേരെ ശാപങ്ങളായിട്ട് മാറുകയാണ്. അവരുടെ ജീവിതത്തിൽ അവർക്ക് സമാധാനം കിട്ടുവാൻ പോകുന്നില്ല. അവരുടെ ജീവിതത്തിൽ അവർക്ക് ആശ്വാസം കിട്ടുവാനായിട്ട് പോകുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ആർക്കെങ്കിലും എതിരെ കള്ളസാക്ഷി പറഞ്ഞ്, അപവാദങ്ങൾ പറഞ്ഞ്, ബോഷ്ക്ക് പറഞ്ഞ് നീ എന്തെങ്കിലും കാര്യസാധ്യത്തിന് മുതിർന്നാൽ ഒന്ന് ഓർത്തുകൊള്ളുക, ഇതെല്ലാം കാണുന്ന, ഇതെല്ലാം പ്രതിവിധി ചെയ്യുന്ന ഒരു സംവിധാനം മുകളിലുണ്ട്. നമ്മുടെ ദൈവം അതെല്ലാം കാണുന്നുണ്ട്. ദൈവത്തിനെ മറന്ന്, ദൈവത്തെ കാണാതെ ഒന്നും നമുക്ക് ചെയ്യുവാൻ കഴിയില്ല. ഇവിടെയുള്ള നീതി വ്യവസ്ഥകൾ ഒരുപക്ഷെ നിയമത്തിൻ്റെ സാധ്യതകൾ വെച്ച് നിനക്ക് ഒരുപക്ഷെ നിരപരാധിയാണെന്ന് പറഞ്ഞ് തള്ളി നിന്നെ വെറുതെ വിട്ട് കളഞ്ഞേക്കാം. എന്നാൽ സ്വർഗത്തിൻ്റെ കോടതി വെറുതെ വിടുകയില്ല. കാരണം അവൻ നീതിയോടെ ന്യായം വിധിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് മാനസാന്തരപ്പെടുക. ഇനി വചനങ്ങൾ ഒരു മുന്നറിയിപ്പായിട്ട് എടുക്കുക. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, അനവധി ആളുകൾ ചെയ്യാത്ത തെറ്റിന് കള്ളസാക്ഷികൾ മുഖാന്തരം ഒരുപക്ഷെ ജയിലിൽ ഒക്കെ കിടക്കുന്നുണ്ടാകാം. പിതാവെ, അതൊക്കെ ചെയ്യുന്ന മനുഷ്യരെ അതിൻ്റെ കർത്താവെ കഷ്ടം അനുഭവിക്കാതെ രക്ഷപ്പെടുകയില്ല എന്ന് വിശുദ്ധ തിരുവെഴുത്ത് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു കർത്താവെ. അതുകൊണ്ട് കർത്താവെ, മനസാന്തരപ്പെട്ട് ജനങ്ങൾ യേശുവിലേക്ക്, ദൈവത്തിലേക്ക് തിരിയുവാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വചനം ഈ സോഷ്യൽ മീഡിയ വഴി പോകുമ്പോൾ കർത്താവ്, ഏതെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെ ഒരു കഠിനമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മനസാന്തരപ്പെടുവാനും അവൻ്റെ പാപങ്ങൾ ദൈവസന്നിധിയിൽ വന്ന് ക്ഷമിക്കപ്പെടുവാനും തക്കവണ്ണം അവൻ മനം തിരിയുവാൻ ഈ വചനം മുഖാന്തരം ഇടവരുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം തന്നതിനായിട്ട് സ്തോത്രം. കർത്താവ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. ദൈവകൃപ അവരോട് കൂടെ ഇരിക്കണമേ കർത്താവേ. ദൈവം ഇന്ന് വചനം കേട്ട മക്കളെയൊക്കെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്താട്ടെ. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ.